സാറേ നമ്മൾ ദൃശ്യം 1, 2, 3 ഇതൊന്നും എടുത്തോണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ജോർജ് കുട്ടിയുടെ ബാക്ക് സ്റ്റോറിയിലോട്ട് പോണം സാറേ. നമ്മൾ എപ്പോഴും പറയുന്ന ഡയലോഗാ അവൻ 8ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ലെന്ന്. സാർ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ അവൻ എന്തുകൊണ്ടാണ് 8ാം ക്ലാസ് വരെ പോയുള്ളെന്ന്? ചിന്തിക്കണം സാറേ. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നോ അവനറിയാം ഈ ജോർജ് കുട്ടിയുടെ സ്വഭാവം യഥാർത്ഥത്തിൽ എന്തുവായിരുന്നു. അവൻ എന്തായാലും അന്ന് എക്സ്പോസ്ഡ് ആയി കാണുമായിരിക്കും. ആ ഒരു കൂട്ടുകാരനെ പിടിച്ചാൽ ഇവന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നാണ് എന്തുകൊണ്ട് 8ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ എന്നുള്ള ഫുൾ കഥ. അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാറേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ജോർജ് കുട്ടി. എടാ അതുകൊണ്ടല്ലേ തൻ്റെ അടുത്തോട്ട് വന്നത്. താൻ പറ, അയാൾ അങ്ങനെ 8ാം ക്ലാസ് പറ്റും? സാറേ, ആ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ചയായിരുന്നു. ജോർജ് കുട്ടി ഇതെന്തുവാ? മനെ, ഇത് നമ്മുടെ അനാഥാലയത്തിൽ കൊടുക്കാനുള്ള ബില്ലുകളാണ്. എടാ, നീ 50 പൈസയുടെ മുട്ടായി വാങ്ങിച്ചാലും അതിന് ബില്ല് വാങ്ങിക്കല്ലോടാ. മനെ, എല്ലാത്തിനും ഒരു തെളിവുകൾ വേണ്ടായിരുന്നു. ഓ സാറേ, പിള്ളേരുടെയൊക്കെ പുറകിലാ നടന്നു വരുന്നെങ്കിൽ ജോർജ് കുട്ടി അവരെക്കാട്ടി മുന്നിലെത്താൻ വേണ്ടി ജോർജ് കുട്ടി ഓടി ഫ്രണ്ട് ചെല്ലും. എവിടെ മുന്നിലെത്താനായിരുന്നു സാറേ ജോർജ് കുട്ടിയുടെ ആഗ്രഹം. എടി, നീ സ്റ്റാഫ് റൂമിൽ പോയിട്ട് വന്ന പിന്നെ അതല്ലേ ഇരുന്ന് കരയുന്നേ? സാറുമാരെന്തെങ്കിലും പറഞ്ഞോ? എടി മോളെ, നിന്റെ മാത്രം പരീക്ഷ പേപ്പർ കാണുന്നില്ല. പരീക്ഷ പേപ്പർ നോക്കിയപ്പോ എനിക്ക് ഉറപ്പാ നിനക്ക് വരുന്ന ഫുൾ മാർക്ക് ഇതാരോ എടുത്തതാ. അല്ലടി, നിന്റെ പേപ്പർ മാത്രം ഇങ്ങനെ കാണാതെ പോണമെന്നുണ്ടെങ്കിലേ അതാരോ എടുത്തതാ. എന്തായാലും സാറ് വരുമ്പോഴേ തപ്പി കണ്ടുപിടിച്ചോളൂ. അതെ, നമ്മുടെ ക്ലാസ്സിലെ സുരഭി മോളെ പരീക്ഷ പേപ്പർ കാണാൻ പോലുണ്ട്. ആരെങ്കിലും കണ്ടോ? ഇല്ല. അതെ, എനിക്ക് ഓരോരുത്തരുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. എടാ മോനെ ജോർജ് കുട്ടി, ബാഗ് കൊണ്ടു തന്നെ. സാറേ, ഞാനും എൻ്റെ 4 ബുക്കും 4 പേന അടങ്ങുന്ന ഒരു കൊച്ചൊരു ബാഗാണ് സാറേ എൻ്റെ ബാഗ്. ജോർജ് കുട്ടി മോനെ ബാഗ് നോക്കണം ഇങ്ങോട്ടേ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മനസ്സാരേവാ, നീ പറ. സാറേ, എക്സാം കഴിഞ്ഞുള്ള അടുത്ത ഇന്റർവ്യൂവിന് ജോർജ് കുട്ടി സ്റ്റാഫ് റൂമിൽ കയറി ഞാൻ കണ്ടായിരുന്നു. സാറേ, ആ ഇന്റർവ്യൂവിന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. തെളിവുണ്ടോ? തെളിവുണ്ട് സാറേ. കഞ്ഞിപ്പരയിലെ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി ഞാൻ പോയേക്കും. അത് മാത്രമല്ല സാറേ, പുഷ്പൻ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു പേനയും ബുക്കും മേടിച്ചിട്ട് ബില്ലും ചെയ്തു. സാറേ, അതിനുശേഷം ഞാൻ അങ്ങോട്ടാ പോകും. അല്ല, എന്റെ കൂടെ പ്രിൻസിപ്പളിനെ കാണാൻ അന്നല്ലേ നീ വന്നേ? അത് തന്നെ സാറിന് വേണമെങ്കിൽ പ്രിൻസിപ്പാളിനോട് ചോദിക്കാവുന്നതാണ്. സഹദേവ, നീ പറയണ അത്ര ഒന്നും കറക്റ്റ് അല്ലല്ലോ മോനെ. സാറേ, ഞാൻ കണ്ടതാ ഇവനൊരു മഞ്ഞ ബുക്കുമായിട്ടേ സ്റ്റാഫ് റൂമിലോട്ട് കയറുന്നത്. ഈ മഞ്ഞ ബുക്ക് നമ്മൾ എടുത്തധികം ഇല്ല. തൽക്കാലം മോനെ ജോർജ് കുട്ടി, നീ അവിടെ ഇരിക്കടാ. എനിക്ക് അവൻ പറയുന്നതിനോട് മനസ്സിലാവുന്നുണ്ട്, അവൻ പറയുന്ന കള്ളവാന്ന്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മോളെ, തെളിവുകൾ വേണ്ടേ? സാറേ, ഞങ്ങള് സാറന്മാരും മൊത്തം സ്റ്റുഡൻസും ആ സ്കൂൾ മൊത്തം തപ്പി ആ പേപ്പർ കിട്ടിയില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ആ ജോർജ് കുട്ടി എടുത്തതെന്ന്. കൂട്ടുകാരനായി എന്നോട് പോലും അവൻ പറഞ്ഞിട്ടില്ല അതെവിടെ ഒളിപ്പിച്ചെന്ന്. അവനങ്ങനെ രക്ഷപ്പെട്ടോന്നൊന്നും വിചാരിക്കണ്ട. എന്റെ പരീക്ഷ പേപ്പർ എടുത്തിട്ട് അവൻ അങ്ങനെ അങ്ങ് വാഴണ്ട. എടി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല ജോർജ് കുട്ടി. എനിക്കറിയാം, ഇവിടെയുള്ള പിള്ളേരെല്ലാം സാക്ഷി പറഞ്ഞപ്പോഴും അവര് കള്ളവ പറയുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അവിടാണ് അവന്റെ വിജയം. അവൻ അങ്ങനൊന്നും രക്ഷപ്പെട്ടു പോകത്തില്ല. അടുത്തുള്ള മറുപടി അവന് വരുന്നുണ്ട്. പറമോനെ, അന്ന് നീയും ജോർജ് കുട്ടിയും കൂടെ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയത്. അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാഫ് റൂമിലൊന്നും പോയില്ല. ഇതൊക്കെ പറയുമ്പം എൻ്റെ സൗണ്ടൊക്കെ ഇടറുക സാറേ. സാറേ, ചില ദിവസങ്ങളിലെ സാറന്മാരെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നേരത്തെ തന്നെ ജോർജ് കുട്ടിക്ക് അറിയാം. അന്ന് ഈ സിനിമ കണക്കൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ CD ഒക്കെ അല്ലായിരുന്നു സാറേ. ഈ പ്രായത്തിൻ്റെതായ പതയ്ക്കും ബുദ്ധിമുട്ടായിട്ടുള്ള മറ്റ് CD കളൊക്കെ ഇല്ലേ, കാണുമായിരുന്നു. പരീക്ഷയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതിനെ അറിഞ്ഞിട്ട് പ്രസക്തി ഇല്ലെന്നറിയാം. എന്നാലും എൻ്റെ അവളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും പറയുമോ, ആ പരീക്ഷ പേപ്പർ എന്തോ പറ്റിയേ? എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വന്നു. 4th ചാപ്റ്റർ കഴിഞ്ഞായിരുന്നു. സാർ എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ സാറിന്റെ അടുത്ത് എക്സാം നിർത്താൻ. എടി പറയല്ലേടി, ഞാൻ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളും പഠിച്ചിട്ടില്ല. ആരെയും സൗകര്യം നോക്കിയൊന്നും പറ്റത്തില്ല. ഞാൻ റെഡിയാ സാറേ. പല പ്രാവശ്യം ആ അതിഥിയോട് ഞാൻ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞായിരുന്നു, കേണപേക്ഷിച്ച്. ഞാൻ ഫുള്ള് പഠിച്ചതാ, എനിക്കല്ലോ അറിയാം. എനിക്ക് എന്തായാലും സാറിന്റെ അടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്ക് ക്ലാസ് ഫസ്റ്റ് ആവേണ്ടതാ. എന്നിട്ടും പോവാൻ കൂട്ടാക്കിയില്ല. എടി പറയല്ലേ, പഠിക്കാത്തോണ്ടാ പറയല്ലേ സാറിനോട്. കഷ്ടമുണ്ട്.
എല്ലാരും പേപ്പറൊക്കെ എടുത്തേ, ഇന്ന് പരീക്ഷ. ആ സാർ എഴുതി കഴിഞ്ഞു. ഇത്രയോട് കഴിയോ? ആ എല്ലാം എഴുതി. ഒരു ദിവസം ഞാൻ ആ അതിഥിയെ എന്നേക്കുമായിട്ട് പറഞ്ഞു വിട്ടു. അതെ, പേപ്പർ വരാൻ പോവാണേ. ജോർജ് കുട്ടി എണീറ്റേ. 50-ൽ 46. സഹദേവൻ 30. അക്കു 26. അനിയൻ കുഞ്ഞ് 30. ഈ വിട്ടോ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് നമ്മുടെ ജോർജ് കുട്ടി തന്നെ. ഇതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ജോർജ് കുട്ടി, സത്യം എല്ലാവർക്കും അറിയാം. ആ കൊച്ചിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. സി മാർക്ക് കൊടുക്കാനുള്ള അതെനിക്ക് പരീക്ഷ പേപ്പറില്ലാതെ പറ്റത്തില്ല. പറ നീ എവിടാ നീ അത് പൂഴ്ത്തിയത്? പറ ജോർജ് കുട്ടി. സാറേ, എൻ്റെ ഈ ക്ലാസ്സും എൻ്റെ ഈ സ്കൂളും എന്നോടുകൂടി തന്നെ അലിഞ്ഞു തീരട്ടെ സാറേ. ആ, നീ പോകുന്നതിന് മുമ്പ് ആ ബോർഡ് ഒന്ന് തുടച്ചിട്ട് പോ. ഈ ബെഞ്ചിലിരുന്നോണ്ടാ സാറേ പിള്ളാരോടെല്ലാം ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ആ പേപ്പറിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഉത്തരവേ ഉള്ളായിരുന്നു, അറിയത്തില്ല ജോർജ് കുട്ടി അല്ലെന്ന്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കിക്കോ. ജോർജ് കുട്ടി, ബോർഡിന്റെ സൈഡിലാ പേപ്പർ വെച്ചേക്കുന്നില്ലയോ? ആർക്കും മനസ്സിലായെന്നല്ല എൻ്റെ വിചാരം, ഇല്ലയോ? നീ എടുക്കണ്ട, ഞാൻ തന്നെ എടുത്തോളാം. എൻ്റെ മോനെ തോറ്റ പരീക്ഷ പേപ്പർ ഇവൻ എവിടുന്ന് കിട്ടി? അവൻ ആ പേപ്പർ ഇവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് വേറെ കാര്യമില്ല. അതുകൊണ്ടാ 8ാം ക്ലാസ്സിൽ ജോർജ് കുട്ടിയെ തോപ്പിച്ചത്. ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അത് പാര. ഞാൻ എല്ലാ സ്കൂളിലും ഒരു റൂമൊക്കത്ത് എഴുതി, സാറന്മാരുടെ വണ്ടിക്കകത്ത് അവൻ മണ്ണ് വാരിയിട്ടെന്ന്. അതുകൊണ്ട് ഇവന് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, 9ാം ക്ലാസ്സിൽ കയറാൻ പറ്റാതെ TC ആയിട്ട് അവൻ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അടുത്ത വർഷം എൻ്റെ ജോലി നഷ്ടപ്പെട്ടു സാറേ. അതിന് പിന്നിൽ ജോർജ് കുട്ടി തന്നെ. എനിക്ക് ഉറപ്പാ സാറേ, സാർ എന്തായാലും കേസ് തെളിയിക്കണം. സാറേ അതെനിക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അതെല്ലാം ജിത്തു ജോസഫിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. നാളെ സിനിമ ഇറങ്ങുമോ തിയേറ്ററിൽ, അവർ തെളിയിക്കാതിരിക്കുമോ അത് നാളെ റിലീസിന് ശേഷം അറിയാം. എന്തായാലും ഞാൻ ജോർജ് കുട്ടിയുടെ ബാക്ക് സ്റ്റോറീസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പൊ സാറിന് മനസ്സിലായി കാണുമല്ലോ എങ്ങനെ ജോർജ് കുട്ടി 8ാം ക്ലാസ് തോറ്റേന്ന്.